ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. ഇന്ന് നമ്മൾ നമ്മുടെ പേപ്പർ 1 ആയ അനാട്ടമിയിലെ സലൈവറി ഗ്ലാൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സലൈവറി ഗ്ലാൻസ് ഒരു ഇമ്പോർട്ടന്റ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സലൈവറി ഗ്ലാൻസ് സലൈവറി ഗ്ലാൻസ് നമ്മുടെ വായിന്റെ അകത്ത് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. അവ നമ്മുടെ വായിന്റെ അകത്ത് ഒരു റെസിമോസ് സ്ട്രക്ചർ ആയിട്ടാണ്, കോമ്പൗണ്ട് റെസിമോസ് ഗ്ലാൻസ് ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് റെസിമോസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽവിയോളെ, നമ്മുടെ ലങ്സിന്റെ അകത്തെ ആൽവിയോളെ പോലത്തെ ചെറിയ ചെറിയ കുമിളകളായിട്ട് ഓരോ ബ്രാഞ്ചിൽ നിന്നും മറ്റേ ബ്രാഞ്ചിലോട്ട് പോയി പോയി നമ്മുടെ താഴെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ, അതുപോലെ ഒരു പൂക്കുല സ്ട്രക്ചർ ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനെയാണ് കോമ്പൗണ്ട് റെസിമോസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ആൽവിയോളയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലുള്ള ആൽവിയോളയിൽ നിന്ന് ചെറിയ ചെറിയ ഡക്റ്റുകൾ ഫോം ചെയ്ത്, ലൊബ്യൂൾസ് ഫോം ചെയ്ത്, അഥവാ ചാലുകളായിട്ട് ഫോം ചെയ്ത്, ആ ചാലുകൾ പിന്നീട് ചെന്ന് ഒരു വലിയ ഡക്റ്റായിട്ട് മാറി ആ ഡക്റ്റിൽ നിന്നാണ് നമ്മുടെ വായുടെ അകത്തേക്ക് ഉമിനീരിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സലൈവറി സെക്രീഷൻസ് നമ്മുടെ മൗത്തിലോട്ട് പോർ ചെയ്യുന്നത് പല പല ഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഡക്റ്റിന് ഓരോന്നിനും പേരുകളുണ്ട്. അത് നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് പേജസിൽ. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പൽ സലൈവറി ഗ്ലാൻസ്. നമ്മുടെ സലൈവറി ഗ്ലാൻസ് മേജർ ഗ്ലാൻസും ഉണ്ട്, മൈനർ ഗ്ലാൻസും ഉണ്ട്. മേജർ ഗ്ലാൻസ് എന്ന് പറയുന്നതാണ് ഇച്ചിരി കൂടി വലുതായിട്ട് നമ്മുടെ വായിന്റെ അകത്ത് സ്പെസിഫിക് ആയിട്ടുള്ളത്. അവയാണ് മെയിൻ ആയിട്ട് കരോട്ടിഡ് ഗ്ലാൻഡ്, മാൻഡിബുലാർ ഗ്ലാൻഡ്, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആയിട്ട് സബ് ലിംഗ്വൽ ഗ്ലാൻസ്. ഈ 3 ഗ്ലാൻസും ഉള്ളത്. പാരോട്ടിഡ്, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ നമുക്ക് പിക്ചറിൽ കാണാവുന്നതാണ്. മൂന്നും നമ്മുടെ വായുടെ ഭാഗത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരോട്ടിഡ് ഗ്ലാൻഡ്. പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് പാരോട്ടിഡ് ഗ്ലാൻഡ്. അത് നമ്മുടെ ഇയറിന്റെ താഴെയായിട്ട് നമ്മുടെ മുഖത്തിന്റെ 2 വശത്തും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് പാരോട്ടിഡ് ഗ്ലാൻഡ്. ഇത് നമ്മുടെ വായിലോട്ട് സെക്രീഷൻസ് പുറപ്പെടുവിക്കുന്ന ഡക്റ്റിന്റെ പേരാണ് എന്ത്? പാരോട്ടിഡ് ഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റെൻസൻസ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചീക്കിന്റെ അപ്പർ മോളാർ ടൂത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാരോട്ടിഡ് ഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റെൻസൻസ് ഡക്റ്റ്. ഈ ഡക്റ്റ് വഴിയിട്ടാണ് പാരോട്ടിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവ നമ്മുടെ വായിന്റെ അകത്തൊക്കെ എത്തുന്നത്. ഈ പാരോട്ടിഡ് ഗ്ലാൻഡിനെ കടന്നു പോകുന്ന 2 ഇമ്പോർട്ടന്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ എക്സ്റ്റേണൽ കാരോട്ടിഡ് ആർട്ടറി, 2 നമ്മുടെ 7th ക്രേനിയൽ നെർവ് അഥവാ നമ്മുടെ ഫേഷ്യൽ നെർവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാരോട്ടിഡ് ഗ്ലാൻഡിനെ കവർ ചെയ്ത് പോകുന്നത്. പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഇൻ ദ ബോഡി. നെക്സ്റ്റ് വരുന്നത് സബ് മാൻഡിബുലർ ഗ്ലാൻഡ്. സബ് മാൻഡിബുലർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് സബ് മാൻഡിബുലർ ഗ്ലാൻഡ്. അത് നമ്മുടെ ജോ ബോണിന്റെ 2 സൈഡിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു വാൽവിന്റെ സൈസേ ഉള്ളൂ. അതിന് ഒത്തിരി വലുതൊന്നുമല്ല. ഈ ഗ്ലാൻഡ് ചെറിയ ഗ്ലാൻഡ് ആണ്. പിന്നെ നമ്മുടെ ഈ മൗത്തിലോട്ട് ഈ സെക്രീഷൻസ് പുറപ്പെടുവിക്കുന്നത് ഇതിന്റെ ഡക്റ്റായ സബ് മാൻഡിബുലാർ ഡക്റ്റ് അല്ലെങ്കിൽ വാർട്ടൻസ് ഡക്റ്റ് എന്നാണ് അതിന്റെ പേര്. അതാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് താഴത്തെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാക്കിന്റെ അടിയില് നമ്മുടെ മൗത്തിന്റെ ഫ്ലോറുമായിട്ട് നാക്കിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിഗമെന്റ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് ഫ്രെനുലം ലിംഗ്വേ എന്ന് പറയുന്നത്. ആ ഫ്രെനുലം ലിംഗ്വേയുടെ 2 സൈഡിലുമായിട്ടാണ് ഈ വാർട്ടൻസ് ഡക്റ്റ് അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ ഡക്റ്റ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ആണ്. സബ് ലിംഗ്വൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ് ആണ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്സ്. ഇത് നമ്മുടെ ടങ്കിന്റെ താഴെ ഫ്രെനുലം ലിംഗ്വേ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഫ്രെനുലം ലിംഗ്വയുടെ താഴെ ഫ്ലോർ ഓഫ് ദ മൗത്തിലുള്ള ചെറിയ ചെറിയ ഓപ്പണിങ്സിനെയാണ് നമ്മൾ സബ് ലിംഗ്വൽ ഗ്ലാൻഡ്സിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് പുറപ്പെടുവിക്കുന്നത്. ആ ഓപ്പണിങ്സ് നമുക്ക് താഴത്തെ പിക്ചറിൽ കാണാം. ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രെനുലം ലിംഗ്വയുടെ 2 സൈഡിലും ഓപ്പൺ ചെയ്യുന്നത് വാർട്ടൻസ് ഡക്റ്റും, ആ ഫ്രെനുലം ലിംഗ്വയുടെ 2 മൗത്തിന്റെ ഫ്ലോറിൽ ആ താഴെ തന്നിരിക്കുന്ന ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സും ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്സ്. ഇനി ചെറിയ ചെറിയ മൈനർ ഓപ്പണിങ്സ് ആണ് സബ് ലിംഗ്വൽ ഡക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇതിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള വലിയ ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബെർത്തോളിൻസ് ഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ സലൈവറി ഗ്ലാൻഡ്. നമ്മുടെ സലൈവറി ഗ്ലാൻഡിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഒബ്വിയസ്ലി സലൈവ ഉണ്ടാക്കുക എന്നുള്ളതാണ് സലൈവറി ഗ്ലാൻഡിന്റെ മെയിൻ ആൻഡ് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി സലൈവ എന്തിനാണ് നമ്മുടെ ബോഡിക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സലൈവ നമ്മുടെ മൗത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്?
കുറെ ഫങ്ഷൻസ് ഉണ്ട് സലൈവയ്ക്ക് നമ്മുടെ ബോഡിയിൽ. ആൻഡ് ദ ഫസ്റ്റ് ഈസ് ഡൈജഷൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഡൈജഷൻ സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ഒക്കെ അല്ലേ നടക്കുന്നതെന്ന്. യെസ്, സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ആണ് മേജർ പാർട്ട് ഓഫ് ദ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ വായിൽ വെച്ചും ചെറിയ ചെറിയ ഡൈജഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ അമൈലേസ്, ലിംഗ്വൽ ലിപ്പേസ്, അങ്ങനെ കുറച്ച് കമ്പോണൻസ് നമ്മുടെ സലൈവയ്ക്കുണ്ട്. ഈ സലൈവയിലുള്ള അമൈലേസ് നമ്മുടെ ഫുഡിലുള്ള സ്റ്റാർച്ചിനെയൊക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സ്റ്റാർച്ചിനെ ചെറിയ ചെറിയ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട്, ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സലൈവയിലുള്ള ലിംഗ്വൽ ലിപ്പേസ് നമ്മുടെ ഫാറ്റിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, അതിന്റെ പ്രോസസ്സിനെയൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്നുണ്ട്. സോ ചെറിയ ചെറിയ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൗത്തിന്റെ അകത്ത് സലൈവയുടെ പ്രസൻസ് ആണ്. ശേഷമാണ് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് ചെന്ന് വലിയ വലിയ ഡൈജഷൻ പ്രോസസ്സിലോട്ട് കടക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ലൂബ്രിക്കേഷൻ. നമ്മൾ വായിലെടുക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മുടെ ത്രോട്ടിലൂടെ സ്വാളോ ചെയ്യാൻ, ഇറക്കാൻ എളുപ്പത്തിന് അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് അതിനെ ബോളസ് പരുവത്തിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സലൈവയാണ്. പിന്നെ വരുന്നത് ആന്റി മൈക്രോബയൽ ഫംഗ്ഷൻ. ആന്റി മൈക്രോബയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്രോബ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അത് സലീവയിലുള്ള ചില കോമ്പൗണ്ട്സ് നമ്മുടെ വായിൽ ചെല്ലുന്ന ചില ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ ചില മൈക്രോബ്സിനെ അത് അഗ്രഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പിടിച്ചു വെക്കും, ബൈൻഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇതിനെ വേറെ എങ്ങോട്ടും പോകാതെ തടഞ്ഞ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട് തന്നെ ഇറക്കുകയും അവിടെ വെച്ച് ആസിഡ് വഴിയിട്ട് ഇതിനെ കൊല്ലുകയൊക്കെ ചെയ്യുകയാണ്. സോ അങ്ങനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മുടെ സലൈവയുടെ അകത്തുള്ള ചില കോമ്പോണൻസ് ആന്റി മൈക്രോബയൽ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രോട്ടീൻസ്, ആന്റി മൈക്രോബയൽ പ്രോട്ടീൻസ് ഒക്കെ സലൈവയുടെ അകത്തുണ്ട്. അവയൊക്കെ ഈ ചില മൈക്രോബ്സിനെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആന്റി മൈക്രോബയൽ ഫംഗ്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് pH ബാലൻസ്. pH ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സലൈവയുടെ pH ഏകദേശം ഒരു 6.2 to 7.6 ആണ് സലൈവയുടെ pH. ഈ pH വെച്ചിട്ട് നമ്മുടെ ഒരു അസിഡിക് pH മെയിൻറ്റെയിൻ ചെയ്യാണ്ട്, ഒരു ആൽക്കലൈനും അല്ല അസിഡിക്കും അല്ലാണ്ട് ഒരു ബാലൻസ്ഡ് ഫോമിൽ നമ്മുടെ ഓറൽ മ്യൂക്കോസ്, അതായത് നമ്മുടെ വായ്ക്കകത്തെ pHനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ pHന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നാൽ ചിലപ്പോൾ നമ്മുടെ പല്ലുകളുടെ ഒക്കെ ഡീമിനറലൈസേഷൻ ഒക്കെ തടയും. അങ്ങനെ നമ്മുടെ ഡെന്റൽ ഡീക്കേയിങ്ങിന്, നശിച്ചു പോകാനും സാധ്യതയുണ്ട്, കേടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ വായ്ക്കകത്തെ ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല, സ്മെല്ല് വരും, അതുപോലെ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം pH ബാലൻസ്ഡ് അല്ലെങ്കിൽ. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷനും സലൈവയ്ക്കുണ്ട്. പിന്നെ വരുന്നതാണ് ടേസ്റ്റും സ്പീച്ചും. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് സെൻസറി ഓർഗൻസ് ആയ ടേസ്റ്റ് ബഡ്സിനെ ലൂബ്രിക്കേറ്റ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് സെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ ടങ്കും അതുപോലെ നമ്മുടെ ചീക്സും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കണം. സോ അതിനെ വിസിബിൾ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നല്ല ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വായ്ക്കകത്തെ സലൈവയാണ്. നെക്സ്റ്റ് വരുന്നത് സ്വാളോയിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൂബ്രിക്കേറ്റ് ചെയ്ത് നമ്മുടെ അകത്ത് ചെല്ലുന്ന ഫുഡിനെ ഒരു ബോളസ് രൂപത്തിലാക്കി നമുക്ക് ത്രോട്ടിലൂടെ ഇറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും സലൈവയാണ്. ദെൻ ഓറൽ ഹെൽത്ത്. സോ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തും അതുപോലെ മൈക്രോബ്സിനെ ഒക്കെ നശിപ്പിച്ചും ലൂബ്രിക്കേഷൻ ചെയ്തും കറക്റ്റ് ആയിട്ട് ഡൈജഷൻ ഒക്കെ ചെയ്തും നമ്മുടെ വായ്ക്കകത്തെ ആ ഒരു ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ ആ ഒരു ഓറൽ ഹെൽത്തിനെ കീപ്പ് അപ്പ് ചെയ്യാൻ സലൈവ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഫ്ലോ ഓഫ് സലൈവ. ഫ്ലോ ഓഫ് സലൈവ എന്ന് പറയുമ്പോൾ സലൈവ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ വായിന്റെ അകത്ത് എത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ഡക്റ്റ് വഴി. സോ അതൊരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പാത്ത് വേ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ സലൈവറി ഗ്ലാൻസ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സലൈവറി ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള പാരോട്ടിഡ്, സബ്മാൻഡിബുലാർ, സബ്ലിംഗ്വൽ ഗ്ലാൻസ്, ഇവയൊക്കെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇവ ഓരോന്നിന്റെയും ഡക്റ്റിലൂടെ സലൈവ പോരുന്നു. സലൈവ ട്രാവൽസ് ത്രൂ ദ ഏതൊക്കെ ഡക്റ്റ് ആണ്? സ്റ്റെൻസിൻസ് ഡക്റ്റ്, വാർട്ടൻസ് ഡക്റ്റ്, ദെൻ ബർത്തോലിൻസ് ഡക്റ്റ്. ഈ 3 ഡക്റ്റിലൂടെയും സലൈവ ഫ്ലോ ചെയ്യുന്നു ആൻഡ് ഫൈനലി നമ്മുടെ മൗത്തിൽ എത്തിച്ചേരുന്നു. അത് നമ്മുടെ ഡൈജഷനെയും ഓറൽ ഹെൽത്തിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് പാത്ത് വേ ഓഫ് സലൈവ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സലൈവയിൽ കുറച്ച് കമ്പോണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സലൈവയുടെ കമ്പോണൻസ് എന്തൊക്കെയാണ് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ കറക്റ്റ്ലി പറയുവാണെങ്കിൽ നമ്മുടെ സലൈവയിൽ 99.5% വാട്ടർ ആണ്. വാട്ടർ കണ്ടന്റ് ആണ് സലൈവയിൽ ഏറ്റവും കൂടുതലുള്ളത്. ബാക്കിയുള്ള ഒരു 0.5%-ലാണ് ഈ ഫങ്ഷൻസ് പറഞ്ഞിരുന്ന സാധനങ്ങൾ മൊത്തം ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ്, പിന്നെ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ദെൻ സെല്ലുലാർ കോമ്പൗണ്ട്സ് ഉണ്ട്, പിന്നെ ഗ്യാസസ് ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് എൻസൈംസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള നൈട്രോജനസ് സബ്സ്റ്റൻസസ് ഉണ്ട്, ദെൻ വൈറ്റമിൻസ് ഉണ്ട്.
എൻസൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അമൈലേസ്, ലിംഗ്വൽ ലിപ്പേസ്, പിന്നെ വരുന്നതാണ് ലൈസോസൈം, എസ്റ്ററേസ്, മാൾട്ടേസ്, കാലിക്രീൻ, അങ്ങനെ കുറെ എൻസൈംസ് ഉണ്ട്. ഇതിൽ അമൈലേസ് നമ്മുടെ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിംഗ്വൽ ലിപ്പേസ് നമ്മുടെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈസോസൈംസ് ഒക്കെ ഒരു ആന്റി മൈക്രോബയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അങ്ങനത്തെ കുറെ എൻസൈംസ് നമ്മുടെ സലൈവയിലുണ്ട്. പ്ലസ് പ്രോട്ടീൻസ്, ലാക്ടോഫെറിൻസ്, ആൽബിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ്, ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ വരുന്ന നോൺ പ്രോട്ടീൻ നൈട്രോജനസ് സബ്സ്റ്റൻസസ് ആയ യൂറിയ, ക്രിയാറ്റിനിൻ, സിയാലിൻ, സ്റ്റാബറിൻ, ഇതുപോലെ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, ഇതെല്ലാം ഓർഗാനിക് കോമ്പോണൻസ് ആയിട്ട് സലൈവയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയ സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, ഫ്ലൂറൈഡ്, ഫോസ്ഫേറ്റ്, അയഡിൻ, മഗ്നീഷ്യം, ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതുപോലെ സെല്ലുലാർ കമ്പോണൻസ് ആയ എപ്പിത്തീലിയൽ സെൽസ്, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ കുഞ്ഞു കുഞ്ഞു മൈക്രോബ്സ്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഗ്യാസസ് ആയിട്ടുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ, ഇതെല്ലാം സലൈവയിൽ പ്രസന്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഓർക്കുക, ഇത് ഇത്രയും ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരു 0.5% ആവുന്നത്. ഇതിന്റെ അർത്ഥം ഇതെല്ലാം ഒരു മൈന്യൂട്ട് അളവിലാണുള്ളത്. പക്ഷെ ഇവയെല്ലാം ഒരുമിച്ചാണ് സലൈവയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം മേജർ സലൈവറി ഗ്ലാൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പാരോട്ടിഡ്, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ എന്നൊക്കെ പറഞ്ഞ് മേജർ ആയിട്ടുള്ള 3 പ്രിൻസിപ്പൽ സാലൈവറി ഗ്ലാൻസിനെ പറ്റി പറഞ്ഞു. സാലിവറി ഗ്ലാൻസ് പ്രിൻസിപ്പിൾസ് മാത്രം അല്ലല്ലോ, മേജർ ആയിട്ടുള്ള മാത്രമല്ല, മൈനർ സലൈവറി ഗ്ലാൻസും ഉണ്ട്. 90% സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മേജർ സലൈവറി ഗ്ലാൻസ് ആണ്. പക്ഷെ അപ്പോഴും ഒരു 10% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കുഞ്ഞു കുഞ്ഞു മൈനർ സലൈവറി ഗ്ലാൻസ് ആണ്. മൈനർ സലൈവറി ഗ്ലാൻസിലായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ലേബിയൽ ഗ്ലാൻഡ്. ലേബിയൽ ഗ്ലാൻഡ്, നമ്മുടെ ലേബിയ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ ലിപ്സ് എന്നുള്ളതാണ്. സോ ലേബിയൽ ഗ്ലാൻസ് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ ലിപ്സിലാണ്. നമ്മുടെ ചുണ്ടിന്റെ ബാക്ക് വശത്തൊക്കെ ആയിട്ട് കുഞ്ഞു 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 പോഴ്സ് ഉണ്ടാകും. അതൊക്കെ ഈ ലേബിയൽ ഗ്ലാൻസിന്റെ ഓപ്പണിംഗ് ആണ്. പിന്നെ വരുന്നത് ബക്കൽ ഗ്ലാൻസ്. ബക്കൽ മീൻസ് ചീക്ക്. സോ ചീക്കിലും ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു മൈനർ സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അതിൽ നിന്ന് സലൈവ നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് വരുന്നത് പാലറ്റൽ ഗ്ലാൻസ്. പാലറ്റൽ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൗത്തിന്റെ റൂഫിൽ അണ്ണാക്ക് ഏരിയ, അവിടെയുള്ള ഏരിയ ആണ് പാലേറ്റ്. സോ അവിടെ വരുന്ന സലൈവറി ഗ്ലാൻസ് ആണ് പാലറ്റൽ ഗ്ലാൻസ്. ദെൻ ലിംഗ്വൽ ഗ്ലാൻസ്, നമ്മുടെ ടങ്കിലും കുറച്ച് കുറച്ച് കുഞ്ഞ് സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അതാണ് ലിംഗ്വൽ ഗ്ലാൻസ്. അങ്ങനെ ഇത്രയുമാണ് മൈനർ സലൈവറി ഗ്ലാൻസ് പറയുന്നത്. നമ്മളപ്പോ ഇത്രയും നേരം സലൈവറി ഗ്ലാൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സലൈവറി ഗ്ലാൻസ് മേജറും ഉണ്ട് മൈനറും ഉണ്ട്. മേജറിൽ വരുന്നത് പാരോട്ടിഡ്, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ ഗ്ലാൻസ്. മൈനറിലും കുറച്ച് ഗ്ലാൻസ് വരുന്നുണ്ട്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് സലൈവറി ഗ്ലാൻസിനെ പറ്റി പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു.